ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സദ്യയ്ക്കൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു മധുരക്കറിയാണ്, പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു പൈനാപ്പിളിൻ്റെ 1/4 ഭാഗവും എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കപ്പോളം പൈനാപ്പിൾ ഉണ്ട്. ഇത് നല്ലോണം ചെറുതായി കട്ട് ചെയ്തെടുത്ത പൈനാപ്പിളാണ്. ഇത് ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിന് കുറച്ച് വേവ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിലോ വേറെ പാത്രത്തിലിട്ടോ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പൈനാപ്പിൾ പച്ചടിക്കൊരു മഞ്ഞ കളറാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതിനുവേണ്ടി നമുക്കിതിലേക്ക് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ അളവിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെയുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വേറെ മുളക് അരച്ച് ചേർക്കുന്നുണ്ട്, പച്ചമുളക്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്കിതിൽ മാറ്റം വരുത്താം. പിന്നെ ചേർക്കേണ്ടത് ഇതിന് വേണ്ട ഉപ്പാണ്. ആദ്യം കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർക്കുക. ഇനി പൈനാപ്പിൾ പച്ചടിക്ക് എപ്പോഴും മധുരമാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. മധുരം മുന്നിട്ട് നിന്നാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ശർക്കര ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത പൈനാപ്പിളിനും ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഈ അളവിന് ശർക്കര ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരവും പുളിപ്പിനും അനുസരിച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. പോരെങ്കിൽ അവസാനവും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. പിന്നെ അത് വറ്റിച്ചെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഒരു 3 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ അതിന് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, ചിരകിയ തേങ്ങ. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിനായി 2 പച്ചമുളക് പൊട്ടിച്ച് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ നല്ലോണം ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ആവാനേ പാടുള്ളൂ ഈ കടുക്. ഒരിക്കലും ഫൈനായിട്ട് അരയരുത്. ഫൈനായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിന് ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ് ഇത് നേരത്തെ തേങ്ങയുടെ കൂടെ ഒരുമിച്ചിട്ട് അരയ്ക്കാതിരുന്നത്. ഇപ്പോൾ ഇത് നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് പൈനാപ്പിൾ വെന്തോ എന്ന് നോക്കാം. അപ്പോൾ പൈനാപ്പിൾ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ 3 വിസിൽ കൊടുത്തതിന് ശേഷം ഞാനിതൊരു പാനിലേക്ക് മാറ്റിയതാണ്. ഇതിലധികം വെള്ളമൊന്നുമില്ല വറ്റിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൈരും കൂടി നമ്മൾ ചേർക്കുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം അധികം നേരം ഇതിട്ട് തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തിളവന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ചെറുതായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം പുളിപ്പുള്ള തൈര് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അധികം പുളിപ്പുള്ളത് വേണ്ട. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 7 ടേബിൾ സ്പൂൺ തൈരാണ്. നിങ്ങളെടുക്കുന്ന തൈരിന് നല്ല പുളിപ്പാണെങ്കിൽ പുളിപ്പ് നോക്കി അതിനനുസരിച്ച് മാത്രം തൈര് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ചൂടാവാൻ അനുവദിക്കുക. ഇതൊരിക്കലും തിളയ്ക്കാൻ പാടില്ല. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല.
ജസ്റ്റ് ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്കിതിലേക്ക് വറുത്തിടാം. ഉപ്പും മധുരമൊക്കെ പോരെങ്കിൽ നോക്കിയിട്ട് ശർക്കരയും ഉപ്പൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ശർക്കര ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വേഗം അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് വറുത്തിടാം. വറുത്തിടാനായി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 4 വറ്റൽമുളകും കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കടുക് വറുത്തത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തനി നാടൻ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.